നമസ്കാരം, എല്ലാവർക്കും ഷേർലീസ് മൈക്രോ കിച്ചണിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് ഡ്രാഗൺ ചിക്കൻ ആണ്. ഡ്രാഗൺ ചിക്കൻ എല്ലാവർക്കും ഇഷ്ടമാണ്, കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ. അത് വീട്ടിൽ തന്നെ വളരെ ഈസി ആയിട്ട് നമ്മുടെ കയ്യിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്കിത് പ്രിപ്പയർ ചെയ്തെടുക്കാൻ പറ്റും. നിങ്ങളിത് സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ കണ്ട് നിങ്ങളുടെ വീട്ടിലെ കുട്ടികൾക്ക് വലിയവർക്ക് ഒക്കെ ഈ ഡ്രാഗൺ ചിക്കൻ പ്രിപ്പയർ ചെയ്ത് കൊടുക്കണം. കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ എരിവ് അധികം ഇല്ലാത്തതുകൊണ്ട് വളരെ അധികം ഇഷ്ടപ്പെടും. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടാണ് ഇനി എനിക്ക് ആവശ്യം. ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം. നിങ്ങളുടെ ലൈക്കും കമൻസും ഒക്കെ വന്ന് അറിയിക്കാനും മറക്കരുത്. കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന 250 ഗ്രാം ചിക്കൻ ബ്രസ്റ്റാണിത്. ഇത് ഒരു 2.5 ഇഞ്ച് നീളത്തിൽ ചെറിയ സ്ട്രിപ്പ് പോലെയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ. നിങ്ങളുടെ കയ്യിൽ വെള്ള പെപ്പർ പൗഡർ ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി. ഇത് 1/2 ടീസ്പൂൺ സോയാ സോസാണ് ചേർക്കുന്നത്. അതിനുശേഷം ഇത് നല്ലതുപോലെ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ട്. അപ്പോൾ ചിക്കൻ്റെ അകത്തേക്ക് ഈ സോയ സോസും ഉപ്പും കുരുമുളക് പൊടിയും ഒക്കെ നല്ലതുപോലെ പിടിക്കും. ഒരു 20 മിനിറ്റ് നമുക്കിത് മാറ്റി വെക്കാം. ചിക്കൻ കോട്ട് ചെയ്തെടുക്കുന്നതിന് വേണ്ടി ഒരു ബൗളിലേക്ക് നമുക്ക് ആദ്യം 3 ടേബിൾ സ്പൂൺ മൈദയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. 2 ടേബിൾ സ്പൂൺ ഇട്ടു. ഇനി 1 ടേബിൾ സ്പൂൺ മൈദ കൂടി ആഡ് ചെയ്യാം. അതിനുശേഷം നമ്മൾ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ ഇപ്പോൾ കോൺഫ്ലവർ ആണ് ചേർത്തിരിക്കുന്നത്. ഇനി നമുക്ക് 1 ടീസ്പൂൺ കോൺഫ്ലവറും കൂടെ ചേർക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു 1/2 ടീസ്പൂൺ സോഡ പൗഡറാണ്. ഇനി 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരു മുട്ട കൂടി ഇതിലേക്ക് പൊട്ടിച്ച് നമുക്ക് ചേർക്കാം. ഇനി ഇതിലേക്ക് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്ത നല്ല തണുത്ത വെള്ളമാണ് ചേർക്കുന്നത്. 1 ടേബിൾ സ്പൂൺ നമ്മൾ ചേർത്തു. ഇത് 2ാമത്തെ ടേബിൾ സ്പൂൺ ആണ്. ടോട്ടൽ നമ്മൾ 4 ടേബിൾ സ്പൂൺ വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ബാക്കി വെള്ളവും കൂടി അങ്ങ് ആഡ് ചെയ്യാം. ഈ മിക്സ് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഒരു വിസ്കോ ഫോർക്കോ സ്പൂണോ എന്തെങ്കിലും ആവട്ടെ, നല്ലതുപോലെ കട്ടയില്ലാതെ നമ്മളിതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നല്ലതുപോലെ ഇപ്പോൾ ഇത് മിക്സ് ആയിട്ടുണ്ട്, കട്ടയൊന്നുമില്ല. ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി. നമുക്കിനി ഇത് നേരത്തെ നമ്മൾ മാരിനേറ്റ് ചെയ്ത് മാറ്റി വെച്ചിരുന്ന ചിക്കനിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒരു 1-2 മിനിറ്റ് നല്ലതുപോലെ മിക്സ് ചെയ്യുമ്പോൾ ഈ കോട്ടിങ് മുഴുവൻ നമ്മുടെ ഈ ചിക്കനിലേക്ക് നല്ലതുപോലെ അങ്ങ് പിടിക്കും. അതിനുശേഷം നമ്മളിതൊരു 10-15 മിനിറ്റ് എങ്കിലും മിനിമം നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെക്കാം. ആ സമയം കൊണ്ട് നമ്മുടെ ചിക്കനിലേക്ക് നമ്മൾ ഈ ചേർത്ത് കൊടുത്ത കോട്ടിങ് എല്ലാം നല്ലതുപോലെ പിടിക്കും. ഇനി നമുക്ക് ഈ ചിക്കൻ പീസസ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഒരു പാനിലേക്ക് ആവശ്യത്തിന് ഓയിൽ ചേർത്ത് കൊടുക്കാം. എണ്ണ നല്ലതുപോലെ ചൂടായതിനു ശേഷം അതിലേക്ക് ചിക്കൻ പീസസ് ഒരുപാട് ഇങ്ങനെ തിക്കി നിറച്ചിടാതെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ചിക്കൻ പീസസ് നല്ലതുപോലെ ഫ്രൈ ആയി വരാൻ ഒരു 4 മുതൽ 5 മിനിറ്റ് വരെ ടൈം എടുക്കും. ചിക്കൻ നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ ഫ്രൈ ആവണം. ഇപ്പോൾ ഇവിടെ ചിക്കൻ നല്ലതുപോലെ ഗോൾഡൻ ബ്രൗൺ കളറിൽ നല്ലതുപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ഒരു 4 മുതൽ 5 പീസ് വരെ വറ്റൽ മുളക്, പിന്നീട് ക്യാപ്സിക്കം ഒരു സ്മോൾ സൈസ് ക്യാപ്സിക്കത്തിൻ്റെ പകുതി വീതം ഞാൻ 3 കളറും എടുത്തിട്ടുണ്ട്. യെല്ലോ, ഗ്രീൻ, റെഡ്. നമ്മൾ ഈ റെസ്റ്റോറൻറ്റ്സിൽ നിന്നൊക്കെ കഴിക്കുമ്പോൾ അവരെല്ലാ കളറ് ക്യാപ്സിക്കം ഇട്ടിട്ടാണ് ഡ്രാഗൺ ചിക്കൻ നമുക്ക് പ്രസൻറ്റ് ചെയ്യുന്നത്. ഇതിട്ടാൽ നമ്മുടെ ഡ്രാഗൺ ചിക്കന് കുറച്ചും കൂടെ ഭംഗി വരും. ഇനി നമുക്ക് വേണ്ടത് ഒരു 10-20 പീസ് അണ്ടിപ്പരിപ്പാണ്. പിന്നീട് ഒരു വലിയ സവാള, ഒരു ബൾബ് വെളുത്തുള്ളി. നമുക്ക് ചിക്കൻ പ്രിപ്പയർ ചെയ്യാൻ ഒരു വലിയ പാൻ തന്നെ എടുക്കാം. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ എണ്ണ ഒഴിച്ചതിന് ശേഷം ഈ അണ്ടിപ്പരിപ്പ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി ഈ സെയിം പാനിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ചെറുതായി ഒന്ന് വഴന്ന് വന്ന് കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വറ്റൽ മുളക് 2ആയിട്ട് മുറിച്ചിട്ടൊന്ന് ചേർക്കാം. എന്നിട്ട് ഇത് രണ്ടും കൂടി നല്ലതുപോലെ ഒന്ന് വഴറ്റാം. ഒരു
നേരിയ ബ്രൗൺ കളർ ആകുന്നിടം വരെ നമുക്ക് ഈ വെളുത്തുള്ളി വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. സവാള ഒരിക്കലും കനം കുറച്ച് നമ്മൾ മറ്റുള്ള ഡിഷിന് വേണ്ടി അരിയുന്നത് പോലെ അരിയരുത്. കുറച്ച് കനം കൂട്ടി തന്നെയാണ് അരിയേണ്ടത്. അതൊന്ന് വഴന്നു വന്നിട്ടുണ്ട്. അതിനുശേഷം അതിലേക്ക് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കുക. ആദ്യം ഞാനിപ്പോൾ പച്ച കളറിലെ ക്യാപ്സിക്കമാണ് ചേർത്തത്. ബാക്കി റെഡും യെല്ലോയും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം ഒന്ന് ചെറുതാക്കി കുറച്ച് വെക്കാം. ഈ സമയത്ത് നമുക്കിതിലേക്ക് സോസുകൾ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ചേർക്കുന്നത് ടൊമാറ്റോ കെച്ചപ്പാണ്. 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ചേർത്തു. ഇനി 2 ടേബിൾ സ്പൂൺ ചില്ലി സോസാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് സോയാ സോസാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇത് 1 ടീസ്പൂൺ സോയാ സോസാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ സോയാ സോസും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ടോട്ടൽ 2 ടീസ്പൂൺ സോയാ സോസാണ് നമ്മൾ ചേർത്തത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാരയാണ് നമ്മൾ ചേർക്കുന്നത്. ഇനി നമ്മളിത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് മിക്സ് ചെയ്യുന്നത്. നമ്മുടെ വെജിറ്റബിൾസ് ഒന്നും അധികം അങ്ങ് വഴന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് നല്ലതുപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് വെള്ളമാണ്. ഇപ്പോൾ ഓൾറെഡി 2 ടേബിൾ സ്പൂൺ ഒഴിച്ചു. ഇനി 2 ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. നോർമൽ വാട്ടർ ചേർത്ത് കൊടുത്താൽ മതി. ടോട്ടൽ 4 ടേബിൾ സ്പൂൺ. അതിനുശേഷം നമ്മളിത് നല്ലതുപോലെ മിക്സ് ചെയ്യാം. നിങ്ങൾക്ക് ഈ സമയത്ത് ഒരു നുള്ളു ഉപ്പും കൂടെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. ഞാൻ ചേർത്തിൽ ആവശ്യത്തിന് ഉപ്പുണ്ട്. ഇനി ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കാഷ്യൂനട്ടും നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരുന്ന ചിക്കനും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഡ്രാഗൺ ചിക്കനിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്തത് പൂർത്തിയായി. ഇനി നമ്മളിത് ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് നല്ലതുപോലെ മിക്സ് ചെയ്ത് എടുക്കുന്നത്. 1 മിനിറ്റ് മതിയാവും. ഇപ്പോൾ ഇതെല്ലാം നല്ലതുപോലെ മിക്സ് ആയിട്ടുണ്ട്. നമ്മുടെ അടിപൊളി ഡ്രാഗൺ ചിക്കൻ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഡ്രാഗൺ ചിക്കൻ ഇഷ്ടമായി കാണുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് കമൻറ്റ് ബോക്സിൽ വന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു ഡിഷുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ഫ്രം ഷേർലീസ് മൈക്രോ കിച്ചൻ.